ഇന്ന് മറ്റമ്മച്ചി പോകുക കേട്ടോ. മറ്റമ്മച്ചി കുറേ ദിവസമായി വന്നിട്ടെന്ന് പറഞ്ഞ് മറ്റമ്മച്ചി പോകണേ കേട്ടോ. ഞങ്ങൾ പിടിച്ച് നിർത്തിയതാണ്. ഇപ്പോൾ 10-15 ദിവസമായി വന്നിട്ട്. അപ്പോൾ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഓണം കഴിയുമ്പോഴേക്കും പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഞങ്ങൾ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും ഇന്ന് ഒന്ന് അങ്കമാലി വരെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം മറ്റമ്മച്ചിനെ ആറമ്മയിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് മറ്റമ്മച്ചി ഞങ്ങൾ ഒന്നിച്ചാട്ടോ പോണേ. മറ്റമ്മച്ചിക്കാണെങ്കിൽ കുറേ ദിവസം നമ്മുടെ അടുത്ത് വന്ന് നിന്ന് കഴിയുമ്പോഴേക്കും തിരിച്ച് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം കേട്ടോ. അങ്ങനെ വീട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ മറ്റമ്മച്ചി പോണേ കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ മറ്റമ്മച്ചി പോകണത് വിഷമം. അപ്പോൾ ഇങ്ങനെ ഇവർ പോകുമ്പോൾ നമ്മൾ ഓർക്കും വരാതിരിക്കണമായിരുന്നു നല്ലതെന്നല്ലേ. അപ്പം ദാ ഈ കാണുന്നത് വാളറ വെള്ളച്ചാട്ടം കേട്ടോ. വാളറ വെള്ളച്ചാട്ടം കഴിഞ്ഞാണ് അടിമാലിയിൽ നിന്ന് വരുമ്പം ചീയപ്പാറ വെള്ളച്ചാട്ടം കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ട് എപ്പോഴും ആൾക്കാർ ഇറങ്ങി ഒത്തിരി ഫോട്ടോയൊക്കെ എടുക്കുന്നത്. നമ്മളവിടെ ഒന്നും ഇറങ്ങിയില്ല, നമ്മൾ നേരെ പോകുന്നു കേട്ടോ. അപ്പം ഇതാണ് 6-ാം മൈൽ. ഇവിടെ കേട്ടോ മറ്റമ്മച്ചി ഇറങ്ങുന്നത്. ഇവിടെ മാമലക്കണ്ടത്തിനുള്ള ബസ് വരും. എന്നിട്ട് മേളിലോട്ടൊക്കെ കിടക്കുന്ന വഴി മാമലക്കണ്ടത്തിന് പോകട്ടെ കേട്ടോ. മാമലക്കണ്ടമാണ് നമ്മുടെ നാട്. മറ്റമ്മച്ചിയൊക്കെ അവിടെ കേട്ടോ താമസിക്കുന്നത്. അപ്പം മറ്റമ്മച്ചിനെ ഞങ്ങളിവിടെ ഇറക്കി വിട്ടു. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണ ബസ് വരാൻ പിന്നെ ഒരു അരമണിക്കൂർ സമയം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കും താമസിക്കുന്നതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തില്ല. മറ്റമ്മച്ചിനെ അവിടെ വിട്ടിട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ദൂരെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് വിഷമമാകുമായിരുന്നു കേട്ടോ. അങ്ങനെ മറ്റമ്മച്ചിനെ വിട്ടിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പോയി. ഏട്ടയോട് ഓരോരോ കാര്യങ്ങൾ അവിടെയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്ന സമയത്ത് ഞാൻ ഇച്ചൂട്ടിനായാലും കളിച്ചുകൊണ്ട് നടന്നു കേട്ടോ. പിന്നെ അവിടെ തൊട്ടടുത്തായിരുന്നു ഇവിടെ ട്രെയിൻ പാളം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിനൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. നമുക്ക് ഇച്ചൂട്ടിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നപ്പം അങ്കമാലി അടുത്ത് ഒരു ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കൊടുക്കണ കട കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ പല പല സാധനങ്ങളുണ്ടായിരുന്നു. ക്യാരറ്റ്, ബീട്രൂട്ട്, പൈനാപ്പിൾ, പിന്നെ പേരയ്ക്ക ഉപ്പിലിട്ട് ആദ്യമായിട്ടാട്ടോ കഴിക്കണേ. ബീട്രൂട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. അതുകൊണ്ട് പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്നായിരുന്നു ഉള്ളത്, പേരയ്ക്കൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പേരയ്ക്കൊക്കെ നല്ല ടേസ്റ്റോടായിരുന്നു. പിന്നെ ഏട്ടയാണെങ്കിൽ ഇവിടെ കോതമംഗലത്തെ ഷട്ടിൽ ബാറ്റിൻ്റെ സ്ട്രിങ് കെട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് മേടിച്ചു കേട്ടോ. അത് അടിപൊളിയാക്കി കിട്ടി. നമുക്കവിടെ അടിമാലി ഇവിടെ രാജാക്കാട്ടും അടിമാലിയും ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. എവിടെയെങ്കിലും കൊടുത്തു വിട്ടാട്ടോ കെട്ടിക്കണേ. പിന്നെ നമ്മളിത് ഇവിടെ കഫേ മനാര എന്ന് പറഞ്ഞുകൊണ്ട് കോതമംഗലത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഞാൻ നേരത്തെ കോതമംഗലത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കല്യാണത്തിനൊക്കെ മുന്നേ തൊട്ട് ഞാനും ഏട്ടയും കാണുമ്പോഴൊക്കെ ഇവിടെ വെച്ച് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. അന്ന് തൊട്ടേ നമുക്ക് ഇവിടുത്തെ ഫുഡ് ഫേവറേറ്റാണ്. അപ്പം അങ്ങനെ ഇച്ചൂട്ടൻ തന്നെ വരി കഴിച്ചു, ഞങ്ങളും കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ വന്നപ്പോഴേക്കും ഇവിടെ നേര്യമംഗലം പാലത്തിൻ്റെ പണി ഇപ്പോൾ കുറേ ആയിട്ട് നടക്കുന്നുണ്ട്. അത് ഏറെക്കുറേക്ക് എന്തൊക്കെയൊക്കെയോ ആയി. അപ്പോൾ നമ്മുടെ ഈ പാലത്തേക്കൂടെയുള്ള യാത്ര ഇനി അധികം നാളില്ല, പുതിയ പാലത്തിലേക്കായിരിക്കും. ഇത് നമുക്ക് ഭയങ്കര വികാരമുള്ളൊരു പാലമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്കിതിൽ യാത്ര ചെയ്യാൻ ഇനി പറ്റില്ലല്ലോ എന്നുള്ളതൊരു വിഷമമാണ്. പിന്നെ നമ്മൾ തിരിച്ച് രാജാക്കാട് എത്തി. ഇവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് രാത്രി താമസിച്ച് വീട്ടിലെത്തി.